നമ്മുടെ സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സോയിൽ ഫോം ചെയ്യണേ പല പല ഫാക്ടേഴ്സ് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് പേരന്റ് റോക്ക്. പേരന്റ് റോക്കാണ് അതിന്റെ ടെക്സ്ചർ, അതുപോലെ അതിന്റെ കളറ്, അതിന്റെ പ്രോപ്പർട്ടി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. രണ്ടാമത്തേത് ക്ലൈമറ്റ്. ക്ലൈമറ്റ് എന്തിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അതായത് ഈ സമ്മർ, വിന്റർ ഇതൊക്കെ വന്ന്, അതുപോലെ റെയിനി സീസൺ ഒക്കെ വന്നിട്ടാണ് ഈ മണ്ണ് പൊടിഞ്ഞു, ഈ പാറയിൽ നിന്ന് മണ്ണ് പൊടിഞ്ഞു വരുന്നത്. ഇനി അടുത്ത സംഭവമാണ് ആൾട്ടിറ്റ്യൂഡ്, റിലീഫ്. റിലീഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഹയർ പ്ലേസിൽ മണ്ണിന്റെ ഫോർമേഷൻ കുറവായിരിക്കും, താഴെ ആയിരിക്കും കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള റിലീഫ്, അതായത് ആൾട്ടിറ്റ്യൂഡ് അതിന്റെ ഒരു ഘടകമാണ്. പിന്നെ നാലാമത്തെ ഘടകമാണ് ഫ്ലോറ ആൻഡ് ഫൗണ. ഫ്ലോറ ആൻഡ് ഫൗണ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ ആനിമൽസ്, ബേർഡ്സ്, അതുപോലെ മൈക്രോ ഓർഗാനിസം ഒക്കെ ഇതിനെ സ്വാധീനിക്കും. അതെങ്ങനെയാണെന്നറിയോ? ഇത് ചത്ത് മണ്ണടിയുമ്പോൾ ഇത് ഹ്യൂമസ് ആവും, അങ്ങനെ മണ്ണിന്റെ മെറ്റീരിയൽസ് കൂടി. പിന്നെ അടുത്തതാണ് ടൈം. അതായത് ടൈം കൂടുന്നതിന്